എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കറണ്ട് അഫയർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 16 മുതൽ 18 വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 16 പ്രത്യേകതയാണ്. സെപ്റ്റംബർ 16 പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അതായത് ഓസോൺ ദിനമാണ്. അപ്പോൾ സെപ്റ്റംബർ 16 പ്രത്യേകത എന്താണ്? ഓസോൺ ദിനമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസോൺ പാളിക്ക് ഹാനികരമായിട്ടുള്ള CFC പോലെയുള്ള സംയുക്തങ്ങളെ ഉന്മൂലനം ചെയ്യാനായിട്ട് രൂപകൽപ്പന ചെയ്ത മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓസോൺ ദിനം ആചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, പ്രാബല്യത്തിൽ വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ള കാര്യം ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഓർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നാണ് ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1987. അപ്പോൾ ഓർക്കുക, 1987 സെപ്റ്റംബർ 16 പ്രാബല്യത്തിൽ വന്നതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി ഈ വർഷത്തെ പ്രമേയം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 പ്രമേയം എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഓസോൺ ദിനമാണ്. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇനി നമുക്ക് ഇന്നത്തെ പോയിന്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. എവിടത്തെയാണ്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരെന്നാണ്? അത് അതീഷ്. ആരാണ്? അതീഷാണ്. ഓർക്കുക, അതീഷാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അതായത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതീഷ് എന്ത് ചെയ്യുന്നത്? ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതൊരു വനിതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വനിതയാണ് അതീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ. മൂന്നാമത്തെ വനിതയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ടുപേർ ആരൊക്കെയാണ്? ഒന്ന് സുഷമ സ്വരാജും അതുപോലെ തന്നെ ഷീലാ ദീക്ഷിതും. ആരൊക്കെയാണ്? സുഷമ സ്വരാജും ഷീലാ ദീക്ഷിതുമാണ് ഇതിനു മുൻപ് ഡൽഹി മുഖ്യമന്ത്രിമാരായ വനിതമാർ എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വച്ചേക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് മൂന്നാമത്തെ വനിത എന്ന് പറയുന്നത്? അതീഷിയാണെന്ന് ഓർക്കുക. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അതീഷ്. അപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? അതീഷ് തന്നെയാണ്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD ആരാണ്? അപ്പൊ എന്താണ്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD മാനേജിംഗ് ഡയറക്ടർ ആരെന്നാണ്? അത് ലോക്നാഥ് ബെഹ്റയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു? നീട്ടി. അപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി എന്ത് ചെയ്തു? ഒരു വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്? നീട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത്, ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ്? അപ്പൊ എന്താണ്? ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് അരവിന്ദ് കുമാർ എച്ച് നായർ. ആരാണ്? അരവിന്ദ് കുമാർ എച്ച് നായർ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു മലയാളിയാണ്. അതായത് കൊല്ലം സ്വദേശിയാണ്. ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഗോവ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായ അരവിന്ദ് കുമാർ എച്ച് നായർ എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിയാണ്. ഇനി അതുപോലെ തന്നെ മുമ്പ് എന്താണ്? അദ്ദേഹം ഗോവയുടെ IB മേധാവി ആയിരുന്നു. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്, അതായത് 76ാമത് എമ്മി അവാർഡ്സ്. എന്താണ്? 76ാമത് എമ്മി അവാർഡ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ടെലിവിഷൻ പരമ്പരകൾക്കുള്ള അവാർഡാണ് എന്ന് പറയുന്നത് എമ്മി അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2024 എന്നാണ് എമ്മി അവാർഡ്, അഥവാ 76ാമത് എമ്മി അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ 2 കാറ്റഗറികളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതായത് മികച്ച കോമഡി സീരീസിലെ അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, മികച്ച ഡ്രാമ സീരീസിലെ അവാർഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കോമഡി സീരീസ് ആണ്. അപ്പോൾ കോമഡി സീരീസിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മികച്ച കോമഡി സീരീസ് ഏതാണ്? അത് ഹാക്സ്. ഏതാണ്? ഹാക്സ് എന്ന് പറയുന്ന കോമഡി സീരീസ് ആണ് ഏറ്റവും മികച്ച കോമഡി സീരീസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മികച്ച നടൻ ആരാണ്? അതായത് കോമഡി സീരീസിലെ ഏറ്റവും മികച്ച നടൻ ആരാണ്? അത് ജെറമി അലൻ വൈറ്റ്. ആരാണ്? ജെറമി അലൻ വൈറ്റ് ആണ് മികച്ച നടൻ എന്ന് പറയുന്നത്. ദ ബിയർ എന്ന് പറയുന്ന പരമ്പരയിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി മികച്ച നടിയിലേക്ക് വരികയാണെങ്കിൽ ജീൻ സ്മാർട്ട് ആണ്. ആരാണ്? ജീൻ സ്മാർട്ട് ആണ്. ജീൻ സ്മാർട്ട് ഏത് പരമ്പരയിലെ പ്രകടനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്സ് എന്ന് പറയുന്ന പരമ്പരയിലെ പ്രകടനത്തിനാണ് ജീൻ സ്മാർട്ടിന് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി മികച്ച സംവിധായകനാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ പറയുന്നത് കോമഡി സീരീസ് ആണ്. അപ്പോൾ കോമഡി സീരീസിലെ മികച്ച സംവിധായകൻ ആരാണ്? അത് ക്രിസ്റ്റഫർ സ്റ്റോറർ. ആരാണ്? ക്രിസ്റ്റഫർ സ്റ്റോറർ ആണ്. ഇദ്ദേഹം ദ ബിയർ എന്ന് പറയുന്നതാണ് പരമ്പരയുടെ സംവിധായകനാണ്. ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ക്രിസ്റ്റഫർ സ്റ്റോറർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക.
ഇനി അടുത്തത് ഡ്രാമ സീരീസിലേക്കാണ് നമ്മൾ വരുന്നത്. ഡ്രാമ സീരീസിൽ മികച്ച ഡ്രാമ സീരീസ് ഏതാണ്? അത് ഷോഗൺ. ഏതാണ്? ഷോഗൺ എന്ന് പറയുന്ന ഡ്രാമ സീരീസ് ആണ് ഏറ്റവും മികച്ച ഡ്രാമ സീരീസ് എന്ന് പറയുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആദ്യമായാണ് ഒരു ഇംഗ്ലീഷ് ഇതര സീരീസിന് എന്ത് ചെയ്യുന്നത്? ഈ കാറ്റഗറിയിൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക. എന്താണ്? ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ഇതര സീരീസിന് ഏത് കാറ്റഗറി? മികച്ച ഡ്രാമ സീരീസിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അത് ഏതിനാണ്? ഷോഗൺ ആണ്. ഇതൊരു ജാപ്പനീസ് സീരീസ് ആണ് കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി മികച്ച നടൻ. മികച്ച നടൻ എന്ന് പറയുന്നത് ഹിരോയുഗി സനദ. ആരാണ്? ഹിരോയുഗി സനദയ്ക്കാണ് പുരസ്കാരം. ഏത് സീരീസിലെ പ്രകടനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഷോഗൺ എന്ന് പറയുന്ന സീരീസിലെ പ്രകടനത്തിനാണ്. കാര്യമായിട്ട് ഓർക്കുക. ഷോഗൺ എന്ന് പറയുന്ന സീരീസിലെ പ്രകടനത്തിനാണ് ആർക്ക്? ഹിരോയുഗി സനദയ്ക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജാപ്പനീസ് അഭിനേതാവും ആര് തന്നെയാണ്? ഈ പറയുന്ന ഹിരോയുഗി സനദയാണ്. ഇനി അടുത്തത് മികച്ച നടിയാണ്. മികച്ച നടി അന്ന സവായി ആണ്. ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോഗൺ ആണ്. ഇനി ഒരു പ്രത്യേകത കൂടി ഓർക്കുക. ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജാപ്പനീസ് അഭിനേത്രിയും ആര് തന്നെയാണ്? അന്ന സവായി ആണ്. ഇനി മികച്ച സംവിധായകനിലേക്ക് വരികയാണെങ്കിൽ മികച്ച സംവിധായകൻ ഫ്രെഡറിക് ഇവോ ടോയെ. ആരാണ്? ഫ്രെഡറിക് ഇവോ ടോയ്ക്കാണ് എന്ത് ചെയ്തത്? മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഷോഗൺ ആണ്. ഓർത്ത് വയ്ക്കുക. എന്താണ്? മികച്ച ഡ്രാമ സീരീസ്, മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, ഇതിനൊക്കെ ഉള്ള പുരസ്കാരം ഏത് സീരീസിനാണ്? അത് ഷോഗൺ ആണ്. അതായത് ഡ്രാമയിൽ അവാർഡ് നമ്മൾ പറഞ്ഞത് ആർക്കാണ്? ഷോഗൺ ആണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക. ഒരു സീസണിൽ, അതായത് എമ്മി അവാർഡിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ സീരീസ് എന്നുള്ള നേട്ടവും ഇപ്പോൾ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? ഷോഗൺ. അതായത് ഈ ഒരു എമ്മി അവാർഡിൽ 18 അവാർഡുകളാണ് ആര് സ്വന്തമാക്കിയത്? ഷോഗൺ സ്വന്തമാക്കിയെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിനൊപ്പം ഒരു പേര് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. അതായത് വീർദാസ് എന്ന് പറയുന്ന പേര്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ഓർമ്മ വന്ന് കാണും. വീർദാസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അതായത് എമ്മി അവാർഡ്സിൽ അവതാരകനാവുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? വീർദാസ്. അപ്പോൾ എന്താണ്? എമ്മി അവാർഡ്സിൽ അവതാരകനാവുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വീർദാസ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? അപ്പോൾ അത് പറയുന്നതിന് മുൻപ് തന്നെ എന്താണ് ഈ പറയുന്ന നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്ന് പറയുന്നത്? അതായത് വന്ദേ മെട്രോയുടെ പുതിയ പേരാണ് ഈ പറയുന്ന നമോ ഭാരത് റാപ്പിഡ് റെയിൽ. അപ്പോൾ എന്താണ് വന്ദേ മെട്രോയുടെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. എന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ് വന്ദേ മെട്രോയുടെ പുതിയ പേരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി നമുക്ക് ഓർത്ത് വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുജിനെയും അതുപോലെ തന്നെ അഹമ്മദാബാദ്. എവിടെയൊക്കെയാണ്? ഭുജ് അതുപോലെ തന്നെ അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥലങ്ങളുടെ പേരറിയാം. ഏതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഗുജറാത്ത് ആണ്. അപ്പോൾ ഗുജറാത്തിലെ ഭുജ് അതുപോലെ തന്നെ ഗുജറാത്തിലെ തന്നെ അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ അഥവാ എന്താണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിച്ചു? നരേന്ദ്രമോദി 2024 സെപ്റ്റംബറിൽ നിർവഹിച്ചു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടലാണ്. അതായത് ഭാസ്കർ എന്ന് പറയുന്ന ഒരു പോർട്ടലിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റാർട്ടപ്പ് മേഖലയിലെ എന്തിനു വേണ്ടിയിട്ട്? സഹകരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അവതരിപ്പിച്ച പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്? ഭാസ്കർ എന്ന് പറയുന്ന പോർട്ടൽ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു പോർട്ടൽ ഏതാണ്? ഭാസ്കർ എന്ന് പറയുന്ന പോർട്ടൽ ആരാണ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്? കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഭാസ്കർ എന്ന് പറയുന്ന പോർട്ടൽ എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ഇനി എന്താണ് ഈ ഭാസ്കർ എന്ന് പറയുന്നത്? പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി. എന്താണ്? ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി എന്നാണ് ഈ പറയുന്ന ഭാസ്കറിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി എന്തായാലും നമ്മളിവിടെ പറഞ്ഞു കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വയ്ക്കാം. ആരാണ്? പീയൂഷ് ഗോയലാണ്. ആരാണ്? പീയൂഷ് ഗോയലാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയെ പറ്റിയാണ്. അതായത് NPS വാത്സല്യ. എന്താണ് NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി? അപ്പോൾ എന്താണെന്ന് നോക്കാം. അതായത് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ എന്താണ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ന് പറയുന്നത് NPS വാത്സല്യ. എന്താണ്? രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി. ഓർക്കുക. ഇനി അടുത്തത് ഒരു ഉപഗ്രഹത്തെ പറ്റിയാണ്. അതായത് ഇറാൻ വിക്ഷേപിച്ചൊരു ഉപഗ്രഹം, അതായത് ചമ്രാൻ 1 എന്ന് പറയുന്ന ഉപഗ്രഹം. അപ്പൊ നമുക്ക് നോക്കാം. 2024 സെപ്റ്റംബറിൽ ചമ്രാൻ 1 എന്ന് പറയുന്ന ഗവേഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. അപ്പോൾ ഓർക്കുക, ഇറാനാണ് ചമ്രാൻ 1 എന്ന് പറയുന്ന ഉപഗ്രഹം 2024 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചത്. ഇതൊരു ഗവേഷണ ഉപഗ്രഹമാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർക്കുക.
ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ഇവന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിലെ ജേതാക്കൾ ആരാണ്? 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയാണ് ജേതാക്കൾ. എത്രാമത്തെ തവണയാണ് ഇന്ത്യ ഈ ഒരു കിരീടം നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം തവണ. ഓർക്കുക, ഇന്ത്യ 5ാം തവണയാണ് കിരീടം നേടുന്നുള്ള കാര്യം ഓർക്കുക. അതായത് 2024 നേടി, 2023 നേടി, ഇനി അതുപോലെ തന്നെ 2018 നേടി. 2018 നേടിയതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായിട്ടായിരുന്നു 2018 ജേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും 2018 സംയുക്ത ജേതാക്കളായിരുന്നു. ഇനി അതിനു മുൻപ് 2016 അപ്പോൾ ഓർക്കുക, 2016 അതിനു മുൻപ് ജേതാക്കളായത്. ഇനി അതുപോലെ തന്നെ 2011 അതിനു മുൻപ്, അതായത് ആദ്യത്തെ എഡിഷനിൽ എന്ത് ചെയ്തു ജേതാക്കളായെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ജേതാക്കളെ പറഞ്ഞു, ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് റണ്ണറപ്പ്. ആരാണ്? ചൈനയാണ് റണ്ണറപ്പ്. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എവിടെയായിരുന്നു വേദി? വേദിയും ചൈന തന്നെയാണ്. അപ്പോൾ റണ്ണറപ്പും ചൈന തന്നെയാണ്, അതുപോലെ തന്നെ എന്താണ്, വേദിയും ചൈന തന്നെയാണ്. ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സമ്മാനത്തുകയെ പറ്റിയാണ്. അതായത് 2024 ICC വനിതാ T20 ലോകകപ്പ് ജേതാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2024 ICC വനിതാ T20 ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് UAE-യിലാണ്. എവിടെയാണ്? UAE-യിലാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ വേദി ഇപ്പോൾ പറഞ്ഞു? കാരണം ആദ്യം നിശ്ചയിച്ചിരുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അവിടുത്തെ കലാപത്തെ തുടർന്ന് എന്ത് ചെയ്തു? UAE-യിലേക്ക് വേദി മാറ്റിയതാണ്. അപ്പോൾ അതിലെന്താണ് ജേതാക്കൾക്ക് ലഭിക്കുന്ന അതായത് ഈ ഒരു ടൂർണമെന്റിൽ എന്താണ് ജേതാക്കളാവുന്നവർ ടീമിന് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? അത് $2.34 മില്യൺ ആണ്. എത്രയാണ്? $2.34 മില്യൺ ആണ് ലഭിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താണ് വനിതാ T20 ലോകകപ്പിലെ സമ്മാനത്തുകയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പുരുഷ T20 ലോകകപ്പിലെ സമ്മാനത്തുക കൂടി നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അതായത് 2024 പുരുഷ T20 ലോകകപ്പ് നടന്നു. എവിടെ വെച്ചാണ് നടന്നത്? ഏത് സ്ഥലത്ത് വെച്ചൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് നടന്നത്? USA, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലാണ് 2024 T20 പുരുഷ ലോകകപ്പ് നടന്നത്. ആരായിരുന്നു ജേതാക്കൾ? ഇന്ത്യയാണ് ജേതാക്കൾ. റണ്ണറപ്പ് ആരായിരുന്നു? അത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു റണ്ണറപ്പ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ലഭിച്ച, അതായത് ജേതാക്കൾക്ക് ലഭിച്ച സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് $2.45 മില്യൺ ആണ്. എത്രയാണ്? $2.45 മില്യൺ ആണ് പുരുഷ എന്താണ് T20 ലോകകപ്പിൽ ജേതാക്കളായ ടീമിന് ലഭിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2024 ബ്രസൽസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ്? അപ്പോൾ ബ്രസൽസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2024 ബ്രസൽസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് ആൻഡേഴ്സൺ പീറ്റേഴ്സ്. ആരാണ്? ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇദ്ദേഹം ഗ്രനേഡയുടെ താരമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2ാം സ്ഥാനത്ത് എത്തിയത് നീരജ് ചോപ്രയാണ്. അപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയ ആരാണ്? നീരജ് ചോപ്രയാണ് 2ാം സ്ഥാനത്ത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. നമുക്കറിയാം നീരജ് ചോപ്ര എന്ത് ചെയ്തു 2024 പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം 2ാം സ്ഥാനത്തായി പോയത് 0.01 മീറ്ററിന്റെ വ്യത്യാസത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് 2ാം സ്ഥാനത്തായത്. അതായത് 1ാം സ്ഥാനത്തെത്തിയ ആൻഡേഴ്സൺ പീറ്റേഴ്സ് എറിഞ്ഞ ദൂരം എന്ന് പറയുന്നത് 87.87 മീറ്റർ ആണ് എന്ത് ചെയ്തത് ആൻഡേഴ്സൺ പീറ്റേഴ്സ് എറിഞ്ഞത്. 2ാം സ്ഥാനത്തെത്തിയ നീരജ് ചോപ്ര എറിഞ്ഞതാണെങ്കിൽ 87.86 മീറ്റർ ആണ്. അതായത് 0.01 എന്താണ് മീറ്ററിന്റെ വ്യത്യാസത്തിലാണ് നീരജ് ചോപ്ര എന്ത് ചെയ്തത് ബ്രസൽസ് ഡയമണ്ട് ലീഗിലെ എന്താണ് ജാവലിൻ ത്രോയിൽ 2ാമതായെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുമെന്ന് ഓർക്കുക. അടുത്തത് ഒരു വിയോഗമാണ്. അതായത് CA ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ 2024 അന്തരിച്ചു. അപ്പോൾ എന്താണ് CA ജയപ്രകാശ് എന്ന് പറയുന്ന കാർഷിക ശാസ്ത്രജ്ഞൻ 2024 അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം മരിച്ചിനിയിൽ നിന്നും ജൈവ കീടനാശിനി വികസിപ്പിച്ച എന്നതാണ് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് CA ജയപ്രകാശ്. അപ്പോൾ എന്താണ് മരിച്ചിനിയിൽ നിന്നും ജൈവ കീടനാശിനി വികസിപ്പിച്ചതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് CA ജയപ്രകാശ് എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം വികസിപ്പിച്ച കീടനാശിനികളാണ് നന്മ, അതുപോലെ തന്നെ മേന്മ. ഇതൊക്കെയാണ് നന്മ, അതുപോലെ തന്നെ മേന്മ. ഇനി ഒന്നുകൂടി ഉണ്ട് ശ്രേയ. എന്തൊക്കെയാണ് നന്മ, മേന്മ, ശ്രേയ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ജൈവ കീടനാശിനികളാണ്. മരിച്ചിനിയിൽ നിന്ന് വികസിപ്പിച്ച ജൈവ കീടനാശിനികളാണ് ഇത് 3. അപ്പോൾ അത് വികസിപ്പിച്ചതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് CA ജയപ്രകാശ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ വരാതിരിക്കുകയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LGS. ഇനി അതുപോലെ തന്നെ +2 യോഗ്യതയുള്ള CPO, CEO, ഫയർമാൻ, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകൾ
പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, ഇനി അതിന്റെ പുറമെ തന്നെ എന്താണ് മറ്റേ ടീച്ചിങ് എക്സാംസുകളൊക്കെ വരായിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാഡമി റാങ്ക് ഫെയിൽസും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ചില നിയമനങ്ങളായിരുന്നു. ഒന്നെന്താണ്, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ പറഞ്ഞു, അതിഷിയാണെന്ന് പറഞ്ഞു. അതിഷി എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വനിത? 3ാമത്തെ വനിത. ഇനി അതുപോലെ തന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണ്? ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ്? അതിഷി തന്നെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ചർച്ച ചെയ്തു. എന്താണ്? ലോകനാഥ് ബെഹ്റ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD സ്ഥാനമാണ് ലോകനാഥ് ബെഹ്റ വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷം കൂടി എന്ത് ചെയ്തു? നീട്ടി. ഇനി അതിനുശേഷം ഒരു മലയാളിയെ പറ്റി പറഞ്ഞു. അതായത് അരവിന്ദ് കുമാർ എസ് നായർ എന്ന് പറയുന്ന മലയാളി. ഇദ്ദേഹം ഏത് സ്റ്റേറ്റിലെയാണ്? ഗോവയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർക്കുക. അതിനുശേഷം ഒരു അവാർഡ് നമ്മൾ ചർച്ച ചെയ്തു. അതായത് 76ാമത് എമ്മി അവാർഡ്സ് 2024. അപ്പോൾ അതിലെന്താണ് പ്രധാനപ്പെട്ട 2 കാറ്റഗറികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ആദ്യം പറഞ്ഞത് കോമഡി സീരീസ് ആണ്. അപ്പോൾ കോമഡി സീരീസിലേക്ക് വരികയാണെങ്കിൽ മികച്ച കോമഡി സീരീസ് ഏതാണ്? ഹാക്സ് ആണെന്ന് ഓർക്കുക. മികച്ച നടൻ ആരാണ്? ജെറമി അലൻ വൈറ്റ് ആണെന്ന് ഓർക്കുക. മികച്ച നടി ആരാണെന്ന് ഓർക്കുക? ജീൻ സ്മാർട്ട് ആണെന്ന് ഓർക്കുക. മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ സ്റ്റോറർ ആണെന്ന് ഓർക്കുക. അതിനുശേഷം പറഞ്ഞ കാറ്റഗറി ഡ്രാമയാണ്. അപ്പോൾ ഡ്രാമയിലേക്ക് വരികയാണെങ്കിൽ മികച്ച ഡ്രാമ സീരീസ് ഏതാണ്? ഷോഗൺ എന്ന് പറയുന്നതാണ്. മികച്ച നടൻ ആരാണ്? അത് ഹിരോയുഗി സനതയാണെന്ന് പറഞ്ഞു. മികച്ച നടി അന്ന സവായി ആണെന്ന് പറഞ്ഞു. മികച്ച സംവിധായകൻ ഫ്രെഡറിക് ഈവോ ടോയെ ആണെന്ന് പറഞ്ഞു. ഇനി ഈ അവാർഡ് എല്ലാം ഏത് സീരീസിലാണ്? ഷോഗൺ എന്ന് പറയുന്ന സീരീസിലാണ് ഏറ്റവും കൂടുതൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ സീരീസ് ഏതാണ്? ഷോഗൺ ആണ്. ഇനി അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇംഗ്ലീഷ് ഇതര സീരീസ് മികച്ച ഡ്രാമ സീരീസിനുള്ള അവാർഡ് നേടുന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുമെന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ അഥവാ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? അത് ഭുജ്, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളെയാണ്. ഇതെവിടെയാണ്? ഗുജറാത്തിലാണെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം ചർച്ച ചെയ്തെന്തായിരുന്നു? ഭാസ്കർ എന്ന് പറയുന്ന പോർട്ടലിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അതായത് സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണത്തിനായിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? അതാണ് ഭാസ്കർ എന്ന് പറയുന്നത്. കാര്യമായിട്ട് തന്നെ ഓർക്കുക. അതായത് ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി എന്നാണ് അതിന്റെ ഭാസ്കറിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു. അതായത് NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി. അതായത് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ എന്താണ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? NPS വാത്സല്യ എന്ന് പറയുന്ന പദ്ധതി. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? 2024 സെപ്റ്റംബറിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച കാര്യം പറഞ്ഞു. അതായത് ഒരു ഗവേഷണോപഗ്രഹം ചമ്രാൻ എന്നാണ് അതിന്റെ പേര്. ഏത് രാജ്യം? ഇറാനാണ് വിക്ഷേപിച്ചത്. ഇനി അതിനുശേഷം എന്താണ്? ഒരു ടൂർണമെന്റിനെ പറ്റി പറഞ്ഞു. ഒരു ഹോക്കി ടൂർണമെന്റ് ആണ്. 2024 പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണ്? 5ാമത്തെയാണ്. എവിടെയായിരുന്നു വേദി? ചൈനയായിരുന്നു വേദി. റണ്ണറപ്പ് ആരായിരുന്നു? അതും ചൈനയായിരുന്നു. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? സമ്മാന തുകയാണ്. 2024 ICC വനിതാ T20 ലോകകപ്പ്. വേദി എവിടെയാണ്? UAE ആണ്. ഇനി എന്താണ്? അതിൽ ജേതാക്കളാവുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന തുക $2.34 മില്യൺ ആണെന്ന് പറഞ്ഞു. ഓർക്കുക. ഇനി അതിനുശേഷം 2024 ബ്രസൽസ് ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് 2024 ബ്രസൽസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇദ്ദേഹം എറിഞ്ഞ ദൂരം 87.87 മീറ്റർ ദൂരമാണ് ഇദ്ദേഹം എറിഞ്ഞത്. 2ാം സ്ഥാനത്തെത്തിയത് നീരജ് ചോപ്രയാണ്. 87.86 മീറ്റർ ആണ് എറിഞ്ഞത്. അതായത് 0.01 മീറ്ററിന്റെ വ്യത്യാസത്തിൽ ആർക്ക്? നീരജ് ചോപ്രയ്ക്ക് എന്ത് ചെയ്തു? സ്വർണം നഷ്ടമായെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. അതായത് CA ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ. അതായത് നന്മ, മേന്മ, ശ്രേയ എന്നീ പറയുന്ന ജൈവ കീടനാശിനികൾ മരിച്ചിലിയിൽ നിന്നും എന്താണ് വികസിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? CA ജയപ്രകാശ്. അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2024 വയോസേവന പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലാ പഞ്ചായത്താണ്? ഓപ്ഷൻ എ മലപ്പുറം, B കണ്ണൂർ, C കോട്ടയം, ഓപ്ഷൻ ഡി കോഴിക്കോട്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ചരക്ക് കപ്പൽ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ MSC ഡെയ്ല, ഓപ്ഷൻ ബി MSC സാൻ ഫെർണാണ്ടോ, ഓപ്ഷൻ സി MSC അന്ന, ഓപ്ഷൻ ഡി MSC ക്ലോഡ് ഗ്രാഡറ്റ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എ പ്രഭാത് പട്നായിക്, ബി SM വിജയാനന്ദ്, ഓപ്ഷൻ സി KM എബ്രഹാം, ഓപ്ഷൻ ഡി KN ഹരിലാൽ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. KN ഹരിലാൽ ആണ് 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കാര്യമായിട്ട് ഓർക്കുക.
ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി നടത്തിയ തീവണ്ടി യാത്രകളുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച പൗരാണിക തീവണ്ടി കോച്ച് ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ്, ബി നരേന്ദ്രമോദി, സി അമിത് ഷാ, ഓപ്ഷൻ ഡി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് എന്ത് ചെയ്ത ഇത് ഉദ്ഘാടനം ചെയ്ത. ഇദ്ദേഹം എന്ന് പറയുന്നതാണ് ടൂറിസം അതുപോലെ തന്നെ കൾച്ചർ, കേന്ദ്ര ടൂറിസം കൾച്ചർ എന്നീ വകുപ്പുകൾ കാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ആരെന്ന് പറയുന്നത്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്നത്. അതുകൂടി ഓർക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. അപ്പോൾ സെപ്റ്റംബർ 16 മുതൽ 18 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.